എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇവനാണെങ്കിൽ ഇങ്ങനെ കോളേജിലൂടെ നടക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് നെഞ്ചിലൊരു വേദന വരുന്നുണ്ട്. ആ വേദന കാരണം അവൻ അപ്പോൾ തന്നെ ഫ്ലോറിലോട്ട് വീഴുന്നുണ്ട്. എന്നിട്ട് അവന് ശ്വാസമൊന്നും കിട്ടാതെ അവൻ ഒരുപാട് പിടയുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓടി അവൻ്റെ അടുത്തേക്ക് വരാണ്. ഇവന് ഹാർട്ടിൽ ബുദ്ധിമുട്ടുള്ള കാര്യം അവൻ്റെ ഫ്രണ്ട്സിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് അവന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആവുന്നുണ്ട്, പക്ഷേ അവൻ കോമയിലോട്ട് പോവുകയാണ്. അവൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അവനെ കോമയിലോട്ട് വിട്ടുകൊടുക്കാനായിട്ട് ഒട്ടും തയ്യാറല്ലായിരുന്നു. അവരെല്ലാ ദിവസവും അവനെ ഹോസ്പിറ്റലിൽ വന്ന് വിസിറ്റ് ചെയ്യുകയും അവനെ ഓരോ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അവൻ്റെ അടുത്ത് വളരെ ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് സംസാരിക്കുകയും കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവനെ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവർ ഓരോരുത്തരും അവൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവനെ കാണുകയും അവനെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്നിട്ടും അവനൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഈ പെൺകുട്ടി അവനെ വന്ന് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് ഒരുപാട് വിഷമമാവുകയും അവൾ നല്ല രീതിയിൽ കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ സമയത്ത് ഇവന് ബോധം വരികയും കോമയിൽ നിന്ന് റിക്കവർ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഒരുപാട് എക്സൈറ്റഡ് അവൻ എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കുമ്പോൾ അവൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണ്, അവൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടി എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സും ഓടി വന്ന് അവനെ കാണുകയാണ്. പെട്ടെന്ന് അവനെ വന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണാടി ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ കാഴ്ച ക്ലിയർ അല്ലായിരുന്നു. പെട്ടെന്ന് വേറെ ആരും അവനെ ആക്രമിക്കാൻ നിൽക്കുവാണെന്ന് കരുതി അവൻ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട്സ് അവന് കണ്ണാടി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫേസൊക്കെ ക്ലിയറായിട്ട് കാണുകയാണ്. അങ്ങനെ അവനും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഏതൊരു അവസ്ഥയിലും നമ്മളെ കൂടെ നിൽക്കുന്നതാണ് ശരിക്കുമുള്ള ഫ്രണ്ട്സ്. അല്ലാതെ നമ്മൾ ആരോഗ്യമായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ നിൽക്കുന്ന സമയത്ത് കൂടെയുള്ളതല്ല ശരിക്കുമുള്ള ഫ്രണ്ട്സ്. നമ്മൾക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലും നമ്മൾ ഏറ്റവും മോശം അവസ്ഥയിലും നമ്മളെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവൻ്റെ ഈ ഫ്രണ്ട്സ് അതുപോലെയായിരുന്നു. ഇവൻ ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇവൻ്റെ ഫ്രണ്ട്സ് ഒരു ദിവസം പോലും ഇവനെ വിസിറ്റ് ചെയ്യാൻ മുടക്കാറില്ലായിരുന്നു. എല്ലാ ദിവസവും ഇവനെ വന്ന് കാണുമായിരുന്നു. അത്രയും ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്സായിരുന്നു അവനുള്ളത്. നമ്മളുടെയൊക്കെ ലൈഫിലും ഇതുപോലൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലക്കി ആയിരിക്കും. ഇതുപോലെ നല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്